മെനോണി സ്പോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്ദേഹത്തിന്റെ കീഴിൽ മികച്ച പഠനം പുറത്തെടുത്തിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ. പുതിയ പരിശീലകനെ തേടിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് ഏറ്റവും അനുയോജ്യനായ പരിശീലകൻ ആരാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ സതഗോപൻ രമേശ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഇനിയും മികച്ച പഠനം പുറത്തെടുക്കാൻ സഞ്ജുവിനാകുമെന്ന് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയാണ് പങ്കുവച്ചത്. VVS ലക്ഷ്മണൻ ചെന്നൈയുടെ പരിശീലകനായി എത്തണം. സഞ്ജുവിന് ഭാവിയിൽ ചെന്നൈയുടെ പ്രധാന താരമാകാൻ സാധിക്കും. 2024 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20യിലാണ് പരിശീലകനായുള്ള VVS ലക്ഷ്മണന്റെ അവസാന ചുമതല. ആ T20യിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടാൻ സഞ്ജുവിനായി. അടുത്ത നായകനായി സഞ്ജുവിനെ ചെന്നൈ പരിഗണിച്ചാൽ ലക്ഷ്മണും സഞ്ജുവും തമ്മിൽ മികച്ച കോമ്പിനേഷൻ ഉണ്ടാകുമെന്നും സതഗോപൻ രമേശ് പറഞ്ഞു. രാജസ്ഥാനിൽ നിന്നും ചെന്നൈയിലെത്തിയ സഞ്ജു അരങ്ങേറ്റ സീസണിൽ തന്നെ മികച്ച പ്രകടനമാണ് ചെന്നൈക്കായി പുറത്തെടുത്തത്. 14 മത്സരങ്ങളിൽ നിന്നും 2 സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 477 റൺസ് അടിച്ചെടുത്ത് ചെന്നൈയുടെ ടോപ്പ് സ്കോററായി സഞ്ജു. വരുന്ന സീസണിലും ചെന്നൈയുടെ പ്രധാന താരങ്ങളിൽ മുൻനിരയിലുണ്ടാകും സഞ്ജു. മെസ്സിക്ക് വട്ടം വെക്കാൻ ഒരുത്തനുമില്ല. മിസിഹ ചരിത്രത്തിന്റെ നെറുകയിൽ. ലോകകപ്പിന്റെ ആവേശപ്പോരിന് ടിക്കറ്റ് എടുത്തു മെസ്സിയും സംഘവും. സെമിയിൽ 1 ഗോളിന് മുന്നിൽ നിന്ന ഇംഗ്ലണ്ടിന് 2 ഗോൾ മടക്കിയടിച്ചാണ് മെസ്സിയും സംഘവും ജയിച്ചു കയറിയത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ 6ാം ഫൈനലിലാണ് അർജന്റീന ഒരുങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ 21 ഗോളുകളുമായാണ് മെസ്സി മുന്നേറുന്നത്. 4 അസിസ്റ്റുകളും 8 ഗോളുകളുമാണ് ഈ സീസണിലെ മെസ്സിയുടെ നേട്ടം. ഇംഗ്ലണ്ടിനെതിരെ സെമിയിലെത്തിയതോടെ ചരിത്രത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ് മെസ്സി. ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് താരമായാണ് മെസ്സി മാറിയത്. 1957 ലോകകപ്പ് സെമി കളിച്ച ജർമ്മൻ താരം ഫ്രിറ്റ്സ് വാൾട്ടറിനെയാണ് മെസ്സി മറികടന്നത്. 37 വയസ്സായിരുന്നു അന്ന് വാൾട്ടറിന്റെ പ്രായം. സ്പെയിനെ വീഴ്ത്തി ലോകകപ്പിൽ തുടർച്ചയായി 2ാം കിരീടം നേടാൻ മെസ്സിക്കും സംഘത്തിനുമാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ്